പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വ അബ്ദിഹി വ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ സൂറത്തുൽ ബഖറയിലെ 178 വചനത്തിൻ്റെ തുടക്ക ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. ഖിസാസുമായി ബന്ധപ്പെട്ട മഹൽ വചനം, അതിൻ്റെ തുടക്ക ഭാഗത്തിൻ്റെ ആശയാർത്ഥങ്ങളും ചില മതവിധികളുമാണ് നമ്മൾ പറയുകയുണ്ടായത്. ഇസ്ലാം ആവിർഭവിക്കുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ, അക്രമത്തിൻ്റെയും അന്യായത്തിൻ്റെയും അനീതിയുടെയും പെരുമാറ്റങ്ങൾ അത് ഉന്മൂലനം ചെയ്യുവാനും നീതിയും ന്യായവും വിശിഷ്യ മനുഷ്യ രക്തത്തിൻ്റെ വിഷയത്തിൽ നടപ്പിലാക്കുവാനുമാണ് ഈ വചനത്തിൻ്റെ അവതീർണത എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോവുകയുണ്ടായി. ഇതാണ് പ്രസ്തുത വചനം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. ഇതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല ഇതുവരെയാണ് വിശദീകരിച്ചത്. ആയത്ത് അവതരിക്കാനുണ്ടായ കാരണങ്ങൾ സൂചിപ്പിക്കപ്പെട്ടത് നമ്മളിവിടെ ചിലത് അനുസ്മരിച്ചു, ചിലത് ഇനിയും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ ആയത്തിൻ്റെ പൊരുളും താല്പര്യവും ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു തആല തുടർന്ന് ഇവിടെ പറയുന്നത് അൽ ഹുർറു ബിൽ ഹുർരി, കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസ് പ്രതിക്രിയയാണ് വിഷയം. അപ്പോൾ അൽ ഹുറു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ, ഹുറുൻ അഹ്റാർ, ഹുറത്തുൻ അതിൻ്റെ സ്ത്രീലിംഗം, ഹറായിർ അതിൻ്റെ ബഹുവചനം. ഇവിടെ അൽ ഹുറു എന്ന് പറഞ്ഞാൽ സ്വതന്ത്രൻ, ബിൽ ഹുർരി സ്വതന്ത്രന് പകരമായി. ഇവിടെ ഈ ബ എന്ന അക്ഷരം അത് അറിയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്രിയയാണ്. അൽ ഹുറു യുഖ്തസ്സു ബിൽ ഹുർരി, സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ അവന് പകരമായി സ്വതന്ത്രൻ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവനിൽ പ്രതിക്രിയ ചെയ്യപ്പെടും. അൽ ഹുറു ബിൽ ഹുർരി, ഈ ബാൻ്റെ ധർമ്മമാണത്. അബ എന്ന അക്ഷരം പറഞ്ഞാൽ മതി, അപ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ക്രിയ ബോധ്യപ്പെടും. അപ്പോൾ അൽ ഹുറു സ്വതന്ത്രനായ വ്യക്തി, യുഖ്തസ്സു അവനിൽ പ്രതിക്രിയ ചെയ്യപ്പെടും, ബിൽ ഹുർരി സ്വതന്ത്രനായ വ്യക്തിക്ക് പകരമായി. വൽ അബ്ദു ബിൽ അബ്ദി, അൽ അബ്ദ് അടിമയാണ്, റജുൽ അൽ മംലൂക്ക് അടിമ, ബിൽ അബ്ദി അടിമക്ക് പകരം പ്രതിക്രിയക്ക് വിധേയനാക്കപ്പെടും, വധിക്കപ്പെടും. അവിടെയും ബ പ്രയോഗിച്ചതിൻ്റെ പൊരുൾ അതാണ്. പിന്നെ വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീ പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടും, വധിക്കപ്പെടും, ബിൽ ഉൻസ സ്ത്രീക്ക് പകരമായി. അപ്പോൾ ഒരു സ്വതന്ത്രനെ വധിച്ചാൽ പകരം ആ സ്വതന്ത്രൻ വധിക്കപ്പെടണം, പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടണം. അടിമയെ വധിച്ചാൽ ഘാതകനായ അടിമ വധിക്കപ്പെട്ട അടിമക്ക് പകരം വധിക്കപ്പെടണം, അല്ലെങ്കിൽ പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടണം. ഒരു സ്ത്രീയെ വധിച്ചാൽ ആ സ്ത്രീക്ക് പകരമായി വധിച്ച സ്ത്രീ പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടണം എന്നുള്ളതാണ് അത് അറിയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. എന്നിട്ട് അതിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുകയാണ്. അൽ ഹുറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന പ്രയോഗത്തിലൂടെ. ആദ്യം പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണമാണ് ഇവിടെ തുടർന്നു വന്നത്. ഈ ഒരു വിശദീകരണത്തിലൂടെ ഈ തുടക്ക ഭാഗത്തിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങൾ. അതിൽ ഒന്ന്, ഇത് അൽ ജസാഇനെ അറിയിക്കുന്നു. രണ്ട്,
ഇത് തമാസുലിനെയും അതേപോലെ താദുലിനെയും അറിയിക്കുന്നു. എന്താണ് ഈ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല എന്ന് പറഞ്ഞ് അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന് വിശദീകരിച്ചതിലൂടെ ഒരാളെ കൊന്നിട്ടുണ്ട് എങ്കിൽ കൊന്ന വ്യക്തിക്ക് ഘാതകന് അതിനുള്ള ശിക്ഷ അതുണ്ട്. ഒരിക്കലും കൊല്ലപ്പെട്ടവൻ്റെ രക്തം അത് വിലയില്ലാത്തതായി പരിഗണിക്കപ്പെടാത്തതായി മാറൂല. കൊല ചെയ്യപ്പെട്ടവൻ്റെ അവകാശം അതൊരിക്കലും അസാധുവാകില്ല. പിന്നെയോ അതിന് ജസാ ഉണ്ട്, പ്രതിഫലം. ഒപ്പം തമാസുലും തആദുലും തുല്യത, നീതി അതും ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. എന്താണ് ഈ പറഞ്ഞത്? തുല്യതയും നീതിയും. സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ അതിന് പകരം സ്വതന്ത്രൻ അവനാണ് കൊലയാളിയെങ്കിൽ അവൻ കൊല്ലപ്പെടും. അടിമ കൊന്നിട്ടുണ്ട് എങ്കിൽ ആ അടിമ ശിക്ഷിക്കപ്പെടും. ഒരു സ്ത്രീയാണ് കൊലയാളിയെങ്കിൽ ആ സ്ത്രീ ശിക്ഷിക്കപ്പെടും. കൊലയാളിക്ക് പകരം മറ്റൊരാൾ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടില്ല. ആരാണോ കൊന്നത് അവൻ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ജസാ ശിക്ഷയുണ്ട്. ശിക്ഷ അത് തുല്യവും നീതിപൂർവകവുമാണ് എന്നുള്ളത് അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശദീകരണം ഇവിടെ അനുബന്ധമായിട്ട് കൊണ്ടുവന്നത്. ഈ ആയത്ത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ജാഹിലിയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ കൊലയാളിയെ നോക്കുമായിരുന്നു. കൊന്നത് ഷെരീഫാണോ കുലീനൻ, കൊല്ലപ്പെട്ടത് വദിയ കുചേലനാണോ എങ്കിൽ വദിയന് പകരം ഷെരീഫ്, കുചേലിന് പകരം കുബേരൻ കൊല്ലപ്പെടുമായിരുന്നില്ല. ഇതേപോലെ കവിയും ദഈഫും, ശക്തനാണ് കൊലയാളി, കൊല്ലപ്പെട്ടത് ദുർബലനാണ് എങ്കിൽ ദുർബലന് പകരം പ്രബലൻ, ശക്തൻ കൊല്ലപ്പെടുമായിരുന്നില്ല. പലപ്പോഴും പല രീതിയിലുള്ള അനീതികൾ അന്ന് കാലങ്ങളിൽ സാർവത്രികമായിരുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ കേൾക്കാം. അപ്പോൾ പ്രതിക്രിയയുണ്ടെന്നും പ്രതിക്രിയ അത് തുല്യ അനുപാതത്തിൽ തുല്യ അളവിൽ ആയിരിക്കുമെന്നും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ് ഈ പ്രയോഗത്തിലൂടെ. മതവിധികൾ നസ്ഖ് ചെയ്യുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുക, അസാധുവാക്കുക എന്ന ഒരു മഹൽ വിജ്ഞാനമുണ്ടല്ലോ. നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അന്നാസിഖ് വൽ മൻസൂഖ് എന്ന് പറയും. ആ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ കാണാം. ചില ഗ്രന്ഥങ്ങളിൽ ഹാദിഹിൽ ആയത്തു നസഖത്ത് ബഅദ ആദാത്തിൽ ജാഹിലിയീൻ എന്നാണ്. ഈ ആയത്ത് ദുർബലപ്പെടുത്തി ജാഹിലിയ കാലഘട്ടക്കാരുടെ ചില സമ്പ്രദായങ്ങളെ. ജാഹിലിയ കാലഘട്ടത്തിൽ കാനു ലാ യർദൗന അൻ യഖ്തുലൂ ബിൽ അബ്ദി മിൻഹും ഇല്ലൽ ഹുർ. അവരിലൊരു അടിമ കൊല്ലപ്പെട്ടാൽ ആ അടിമക്ക് പകരം ഒരു സ്വതന്ത്രനെ മാത്രമേ അവർ പ്രതിക്രിയക്ക് വിധേയമാക്കാൻ സമ്മതിച്ചിരുന്നുള്ളൂ. ഒരടിമയെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല്ലപ്പെട്ട അടിമക്ക് പകരം കൊലയാളിയായ അടിമ അല്ല, പിന്നെയോ ആ അടിമ ഏതൊരു ഗോത്രക്കാരനാണ് അവരിലെ ഒരു സ്വതന്ത്രനെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ഒരു പതിവ്. അതേപോലെ വബിൽ മർഅതി മിൻഹും ഇല്ലർ റജുൽ, ഒരു സ്ത്രീയിലാണ് പ്രതിക്രിയ തീർക്കേണ്ടത് എങ്കിൽ അവർ പുരുഷനെ പ്രതിക്രിയക്ക് വിധേയമാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസവ്വല്ലാഹു ബൈനഹുമ ഫി അഹ്കാമിൽ ഖിസാസ്, പ്രതിക്രിയയുടെ വിധികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലയാളി, കൊല ചെയ്യപ്പെട്ടവൻ അവർക്കിടയിൽ തുല്യത വിധിച്ചു എന്നാണ് പറയുന്നത്. പല ഉദ്ധരണികൾ കാണാം. ഇമാം ഖതാദ ഇബ്നു ദഅാമ സുദൂസി പറയുകയാണ്, അഹ്ലുൽ ജാഹിലിയത്ത് അവരിൽ കാന ഫീഹിം ബഗ്യുൻ വ തഅത്തുൽ ലിശൈത്താൻ, അതിക്രമവും ഷൈത്താന് വഴിപ്പെടലും ഉണ്ടായിരുന്നു. എങ്ങനെ? വകാനൽ ഹയ്യു മിൻഹും ഇദാ കാന ഫീഹിം ഉദ്ദത്തുൻ വ മനഅ, ഒരു ഗോത്രം അവർക്ക് ശേഷിയും അതേപോലെ തന്നെ അവർക്ക് കായിക ആയുധ ബലവും ഉണ്ട് എങ്കിൽ ഫഖുതില അബ്ദുഹും അബ്ദ ആഖരി, അവരുടെ ഒരു അടിമ മറ്റുള്ളവരുടെ അടിമയെ കൊന്നാൽ പ്രബലരായ ഈ കൊലയാളിയുടെ ആളുകൾ പറയും ലാ നഖ്തുലു ബിഹി ഇല്ലാ ഹുറൻ, ഞങ്ങൾക്കൊരു സ്വതന്ത്രനെ പ്രതിക്രിയക്ക് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ അടിമയാണ് അടിമയെ കൊന്നത്. കൊലയാളിയുടെ ഗോത്രത്തിലെ സ്വതന്ത്രനെ മാത്രമേ ഞങ്ങൾക്ക് കൊല്ലാൻ പറ്റൂ എന്നവർ പറയുമായിരുന്നു എന്നാണ്. തഅസ്സുസൻ ലിഫദ്ലിഹിം അലാ ഗൈരിഹിം, കൊല ചെയ്യപ്പെട്ടവൻ്റെ ആ ഗോത്രത്തിനുള്ള ആ ഒരു സ്ഥാനം അതിൽ അവർ വീറുള്ളവരായി വാശിയുള്ളവരായിട്ടായിരുന്നു അവർ അങ്ങനെ പറഞ്ഞിരുന്നത് എന്നാണ്. അതേപോലെ തന്നെ വൈദ ഖതലത് ഇംറഅതു മിൻ ഇംറഅത മിൻ ആഖരീൻ,
ഒരു സ്ത്രീ മറ്റു ഗോത്രക്കാരുടെ ഒരു സ്ത്രീയെ കൊന്നിട്ടുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെട്ടവർ പറയും ലൻ നഖ്തുല ബിഹ ഇല്ല റജുലൻ, കൊലയാളിയായ പെണ്ണിന് പകരം അവളുടെ ഏതെങ്കിലും ആങ്ങളെയോ വാപ്പയെയോ ഭർത്താവിനെയോ മക്കളെയോ ഞങ്ങൾക്ക് കൊല്ലണം എന്ന് പറയുമായിരുന്നു എന്നാണ്. ജാഹിലിയത്തിൽ ഇങ്ങനെയായിരുന്നു. വിഷയത്തിലാണ് ആയത്തിറങ്ങിയത് എന്നാണ് ഖത്താദ പറയുന്നത് റഹ്മത്തുള്ളാഹി അലൈഹി. ഇതുപോലെ ധാരാളം സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് തഫ്സീറുകളിൽ വായിക്കുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഇറക്കിയിട്ട് പറയുന്നത് കൊല ചെയ്യപ്പെട്ടവൻ്റെ ഹക്ക് അതൊരിക്കലും പാഴാക്കപ്പെടുകയില്ല, ഹനിക്കപ്പെടുകയില്ല. കുറ്റം ചെയ്തവനല്ലാതെ ശിക്ഷയ്ക്ക് വിധേയനാകുന്ന പ്രശ്നവുമില്ല. ശിക്ഷയുണ്ട്, നീതിയുമുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം അവതരിപ്പിച്ചു? കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല എന്ന് പറഞ്ഞ് അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ എന്ന വിശദീകരണം പറഞ്ഞു. തികഞ്ഞ അനീതിയായിരുന്നു ഈ പറയപ്പെട്ടവരുടെ വിഷയത്തിൽ. അവർ കൊലയാളിയാവുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നാളുകളിൽ ഉണ്ടായിരുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറയുടെ അവതീർണത. വിശുദ്ധ മദീനയിൽ അറബികളുണ്ട്, ജൂതരുണ്ട്. ജാഹിലിയത്തിലെ അറബികൾ അവരുടെ ഈ വിഷയത്തിലുള്ള അനീതി അതൊരു വലിയ സംഭവവും ചരിത്രമാണ്. ജൂതർ ഈ വിഷയത്തിൽ അവർക്ക് ഖിസാസ് ഉണ്ട്. വേദം ഖിസാസിനെ കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. പ്രതിക്രിയയിൽ തുല്യനീതി. പക്ഷേ വിശുദ്ധ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിത്രവും അവസ്ഥയും വേദ വിധികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. വിശുദ്ധ മദീനയിൽ 3 ജൂതഗോത്രങ്ങളായിരുന്നു. ഒന്ന് അന്നദീർ, മറ്റൊന്ന് ഖുറൈദ, പിന്നൊന്ന് ഖൈനുഖ. അന്നദീർ ബനു നദീർ ജൂതഗോത്രം, പിന്നെ ഖുറൈദ ബനു ഖുറൈദ ജൂതഗോത്രം, പിന്നെ ബനു ഖൈനുഖ ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ബനു ഖുറൈദയും ബനു നദീറും ഇവർ പരസ്പരം പോരടിക്കുന്നവരും പെരുമ കാണിക്കുന്നവരുമായിരുന്നു. നദീറായിരുന്നു ഖുറൈദയെ അപേക്ഷിച്ച് മികച്ചു നിന്നിരുന്നത്. കുലീനർ ഖുറൈദയെ അപേക്ഷിച്ച് നദീറായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ ഇവർ ഈ ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ്. നദീർ മികച്ച ഗോത്രം, ഖുറൈദ അവരുടെ താഴെ. അതവിടെ അവരിരുകൂട്ടരും സമ്മതിക്കേണ്ടി വന്നു. അവർ ആ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഖുറൈദയിൽ നിന്നൊരു വ്യക്തി നദീറിൽ നിന്നുള്ളൊരു വ്യക്തിയെ കൊന്നാൽ ഈ ഖുറൈദക്കാരനെ കൊല്ലുമായിരുന്നു. ഖിസാസ്. ഖുറൈദക്കാരനാണ് കൊല്ലുന്നത് ആരെ? നദീരിയെ. എങ്കിൽ ഇവൻ താഴെ തട്ടിലുള്ള ആളല്ലേ, ഇയാൾ കുത്തിൽ കൊല്ലപ്പെടും. നദീറിക്ക് പകരം ഖുറൈദി കൊല്ലപ്പെടും. എന്നാൽ നേരെ തിരിച്ചാണ് എങ്കിൽ നദീരിയാണ് ഖുറൈദക്കാരനെ കൊന്നത് എങ്കിൽ നദീരി സ്ഥാനം ഉയർന്ന ആളല്ലേ. അപ്പോൾ 100 വസ്ക് കാരക്ക നദീർക്കാരൻ, അല്ലെങ്കിൽ അവനാണുള്ള കൊലയാളി, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കൾ ഇവർക്ക് കൊടുക്കും, ഖുറൈദക്കാർക്ക് കൊടുക്കും. 100 വസ്ക് കാരക്ക അതായിരുന്നു ദിയധനം. അവർക്ക് ഖിസാസാണ്. പക്ഷേ ഈ ഒരു ഏറ്റക്കുറച്ചിൽ അവർ തങ്ങൾക്കിടയിൽ വകവെച്ചതിനാൽ ഖുറൈദക്കാരൻ നദീറിനെ അപേക്ഷിച്ച് അധമൻ, താഴ്ന്നവൻ, കീഴ്ജാതിക്കാരൻ. നദീരി എപ്പോഴും മേൽജാതിക്കാരൻ. താഴ്ജാതിക്കാരൻ ഖുറൈദി നദീരിയെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഖുറൈദി കൊല്ലപ്പെടും. എന്നാൽ നദീരിയാണ് ഖുറൈദിയെ കൊന്നിട്ടുള്ളത് എങ്കിൽ കൊല്ലപ്പെടില്ല. പിന്നെയോ 100 വസ്ക് കാരക്ക. ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 60 സാഴ്. 100 വസ്ക് കാരക്കയായിരുന്നു നൽകിയിരുന്നത്. കാരണം നദീരിയുടെ രക്തവും ഖുറൈദിയുടെ രക്തവും ഒരേ മൂല്യത്തിലും അതേപോലെ തന്നെ ഒരേ പവിത്രതയിലുമായിരുന്നില്ല കണ്ടിരുന്നത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നദീറുകാരൻ ഖുറൈദക്കാരനെ കൊന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഹിജറയ്ക്ക് ശേഷം നദീരി ഖുറൈദക്കാരനെ കൊന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എന്താണ്? 100 വസ്ക് കാരക്ക കൊടുത്തിട്ട് ഒപ്പിക്കലായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറയ്ക്ക് ശേഷം
അത് സമ്മതിച്ചില്ല. നദീരികളുടെ ഈ നിലപാട് കുറേത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് കൊലയാളിയെ ഇത് ഫഅൂഹു ഇലൈന നഖ്തുലുഹു, നദീരിയെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ കുറേതക്കാർ അവനെ പ്രതിക്രിയക്ക് വിധേയരാക്കും, ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞു. അതോടുകൂടി പാരമ്പര്യമായി കാലങ്ങളായി തുടരുന്ന ഒരു സമ്പ്രദായമല്ലേ, അതിനെതിരിൽ കുറേതക്കാർ സംസാരിച്ചപ്പോൾ അതൊരു യുദ്ധത്തിൻ്റെ വക്കിലെത്തി, അവർ തമ്മിലുള്ളൊരു പോരാട്ടത്തിൻ്റെ വക്കിലെത്തി. അപ്പോൾ ഇവരെന്ത് ചെയ്തു, നദീറുകൾ പ്രത്യേകിച്ച് ബൈനനാവ് ബൈനക്കും മുഹമ്മദ് എന്ന് പറഞ്ഞു, മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധികർത്താവാക്കാം ഈ പ്രശ്നത്തിൽ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മസ്അല കേട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്കിടയിൽ നീതിപൂർവ്വം വിധിച്ചു. സൂറത്തുൽ മാഇദയിൽ ഈ വിഷയത്തിൽ ആയത്ത് അവതീർണമായത് വകൈഫ യുഹക്കിമൂനക വഇൻദഹുമുത് തൗറാത്തു ഫീഹാ ഹുക്മുല്ലാഹ് എന്ന് തുടങ്ങി ആയത്തുകൾ പലതും ഈ വിഷയത്തിൽ അവതീർണമായി. ഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നൊക്കെ സൂറത്തുൽ മാഇദയിലെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. നീതിപൂർവ്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കാൻ പറഞ്ഞു. ആ നീതിപൂർവ്വമുള്ള വിധി എന്താണ്? അന്നഫ്സ് ബിൻ നഫ്സ്, ഒരാൾക്ക് പകരം ഒരാൾ കൊലയാളിയാണ് എങ്കിൽ കൊല ചെയ്യപ്പെട്ടതിന് പകരം കൊലയാളി പ്രതിക്രിയക്ക് വിധേയമാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം, ഫസവ്വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനഹും, ഇവർക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സവ്വ എന്നാണ്, തുല്യത വിധിച്ചു. തുല്യത വിധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദീരി മുകളിലാണ്, ഖുറൈദ താഴെയാണ്, അതില്ല. പിന്നെ രണ്ടു കൂട്ടരും ഒരുപോലെയാണ്, കൊലക്ക് പകരം കൊല. ഈ വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പിലാക്കി എന്നുള്ളതാണ് ചരിത്രം. ഞാനത് ഇവിടെ കൊണ്ടുവന്നത്, നമ്മൾ പഠിക്കുന്ന ഈ വചനം അതിൻ്റെ അവതീർണത വിശുദ്ധ മദീനയിലാണ്. മദീനയുടെ സാഹചര്യത്തിൽ അറബികളുണ്ട്, ജൂതരുണ്ട്. ജൂതരിൽ വരെ നിലനിന്നിരുന്നത് ഇത്തരം ഉച്ചനീചിത്വങ്ങളും അനീതികളുമായിരുന്നു. ജസാ, പ്രതിഫലം, കുറ്റം ചെയ്തവനുള്ള ശിക്ഷ, അത് യഥാവിധമുണ്ടായിരുന്നില്ല. ശിക്ഷയിൽ തുല്യനീതിയും ഉണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ജസാഇനെ നിശ്ചയിച്ചു, അതിൽ തുല്യതയും നീതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇത് മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഞാനിവിടെ ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിൻ്റെ മുമ്പ് ജാഹിലിയത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. അതിൽ 3 ഗോത്രങ്ങൾ, ഒന്ന് അബസ്, മറ്റൊന്ന് ഖന, പിന്നൊന്ന് ആമിർ. ഈ അബസ് ഗോത്രത്തിലേക്ക് ചേർത്താണ് അബസികൾ, ഖനയിലേക്ക് ചേർത്താണ് ഖനവികൾ, ആമിറിലേക്ക് ചേർത്താണ് ആമിരികൾ. 3 ഗോത്രക്കാരും അടുത്തടുത്ത് അല്ലെങ്കിൽ ഒന്നിച്ച് പാർത്തിയിരുന്ന അറേബ്യൻ ഗോത്രങ്ങളാണ്. ഇതിൽ അബസ് ഗോത്രത്തിൽ മെമ്പറായ ഒരു വ്യക്തി, അയാളുടെ പേര് ഷാസ് അല്ലെങ്കിൽ ഷാസ് ഇബ്നു സുഹൈർ ഇബ്നു ജുദൈമ അൽ അബസി. ഈ ഷാസ് ഒരിക്കൽ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ രാജാവിൻ്റെ അടുക്കൽ പോയി വരികയാണ്. നുഅ്മാൻ ഇബ്നുൽ മുൻദിർ ഈ ഷാസിൻ്റെ സഹോദരി നവ്വാറിനെ കല്യാണം കഴിച്ചിരുന്നു. അപ്പോൾ രാജാവ് അളിയനാണ്, ഷാസിൻ്റെ. സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നുഅ്മാൻ ഇബ്നുൽ മുൻദിർ രാജാവ് കൊടുത്ത വലിയ സമ്മാനങ്ങളെ ഏറ്റിയിട്ടാണ് ഷാസ് തൻ്റെ ഗോത്രമായ ബനു അബസിലേക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ ഖന ഗോത്രത്തിൽപ്പെട്ട സഅലബ എന്ന് പറയുന്ന വ്യക്തി ഒരു തടാകത്തിനടുത്ത് ഇരിക്കുന്നത്, വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കാണുന്നത്. സഅലബ ഇബ്നുൽ ആറജ് അൽ ഖനവി. ഷാസ്, അയാളുടെ കൂടെ 2 അടിമകളുണ്ടായിരുന്നു, ഗുലാമുകൾ. ഷാസ് തൻ്റെ അബസ് ഗോത്രത്തോടടുത്തപ്പോൾ കൂടെയുള്ള ഗുലാമുകളോട്, ഭൃത്യരോട് പറഞ്ഞ്, നിങ്ങൾ വേഗം അബസ് ഗോത്രത്തിൽ പോയിട്ട് എൻ്റെ ആഗമനത്തെക്കുറിച്ച് അറിയിക്കുക, എൻ്റെ വാപ്പയോട് മറ്റൊക്കെ വിവരം പറയാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഭൃത്യരെ, സേവകരെ ഷാസ് പറഞ്ഞയച്ചു, വേഗം പറഞ്ഞയച്ചു. ഷാസ് അവരുടെ വഴിയെ വെളിപാടകലെയാണ് ഗോത്രം. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഉള്ളതാണ് സഅലബയെ ഈ ജലതടാകത്തിന് അരികിൽ കാണുന്നത്. അപ്പോൾ ഷാസിന് ദാഹിച്ചിരുന്നു. അപ്പോൾ വെള്ളമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ സഅലബ അതിനോട് പ്രതികരിച്ചത് ഷാസിന് രസിച്ചില്ല. ഷാസ് സഅലബയോട് പറഞ്ഞു, നീ ഏത് ഗോത്രക്കാരനാണ്? പറഞ്ഞു, ഞാൻ ഖനവികളിൽപ്പെട്ടവനാണ്. അപ്പോൾ ഷാസ്, നിങ്ങൾ ഖനവികൾ, അവരുടെ സംസാരം
നാവ് ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷാസ് അവിടെ വിട്ടുപോയി, ഇത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഈ സാലബ ഷാസിൻ്റെ പിന്നാലെ കൂടി പിന്നിൽ നിന്ന് അമ്പെയ്ത് ഷാസിനെ വീഴ്ത്തി. സാലബ ഷാസിൻ്റെ പിന്നാലെ ചെന്നു. വീണെടുക്കുന്നിടത്ത് നോക്കുമ്പോൾ നല്ല സുഗന്ധദ്രവ്യങ്ങൾ വാസനിക്കുകയാണ്. സാലബ ആ സുഗന്ധദ്രവ്യങ്ങളൊക്കെ കവർന്നെടുത്ത് ഷാസപ്പോത്തിന് മരിച്ചു. ഷാസിനെ കുഴിച്ചു മൂടി. ഷാസിൻ്റെ ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസമൊക്കെ എടുത്ത് സാലബ അവിടുന്ന് മുങ്ങി. ഷാസിൻ്റെ ആഗമനം അറിയിച്ച് 2 സേവകർ കുടുംബത്തിൽ പോയി. അവരോട് പറഞ്ഞെങ്കിലും ഷാസ് വരുന്നത് കാണുന്നില്ല. അപ്പോൾ ഗോത്രം ഷാസിൻ്റെ വാപ്പ സുഹൈർ ഇബ്നു ജുദൈമയും ഗോത്രക്കാരും ഷാസിനെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോൾ ഒട്ടകം കൊല്ലപ്പെട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടു. അവർ ഷാസിൻ്റെ ഖബറിടവും കണ്ടു. അതോടുകൂടി തങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പർ കൊല്ലപ്പെട്ടതിൽ അബസ് ഗോത്രം വളരെയധികം വേദനിച്ചു. സ്ത്രീകളും കുട്ടികളും ആർത്തു വിളിച്ചു. പക്ഷെ കൊലയാളി ആര്? കൊലയാളിയെ കണ്ടിട്ടില്ല. അന്വേഷിച്ചിട്ടും ആരാണ് കൊലയാളി എന്നറിഞ്ഞില്ല. സാലബയാണ് എന്നുള്ളത് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഏതായാലും ഈ ഷാസിൻ്റെ പിതാവ് സുഹൈർ ഇബ്നു ജുദൈമ, അയാളുടെ സലാമ എന്ന് പറയുന്ന ഒരു സേവക ഉണ്ടായിരുന്നു, ഭൃത്യ. ആ ഭൃത്യയെ ഈ കൊലയാളിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കുകയാണ്. എങ്ങനെ? ഒരൊട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം ഈ സലാമയെ ഏൽപ്പിച്ചു. എന്നിട്ട് സലാമിയോട് അബസ് ഗോത്രത്തിന് തൊട്ടുള്ള ഖനവികൾ അതേപോലെ ആമിരികൾ അവർക്കിടയിൽ ഈ മാംസവുമായിട്ട് പോവുക. എന്നിട്ട് സലാമ പറയണം, എൻ്റെ ഒരു മകൾ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, അവൾക്ക് വിവാഹത്തിനാവശ്യമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ ആവശ്യമുണ്ട്, എൻ്റെ കയ്യിൽ മാംസമുണ്ട്, ആ മാംസത്തിന് പകരം എനിക്ക് വേണ്ടത് സുഗന്ധദ്രവ്യമാണ് എന്ന് പറഞ്ഞിട്ട് ആമിർ ഗോത്രക്കാരിലും ഖനവികൾക്കിടയിലും ഇവളോട് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ സലാമ എന്ന് പറയുന്ന അടിമ സ്ത്രീ ഖനവികളിലെ മിൻഷം എന്ന് പറയുന്നൊരു സ്ത്രീയുടെ അടുക്കലേക്ക് പോണത്. ഈ മിൻഷം ബിന്ത് ആമിർ കൊലയാളിയായ സാലബ ഇബ്നുൽ ആറജിൻ്റെ ഭാര്യയാണ്. മിൻഷമിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് വീട് കയറി ഇറങ്ങിയിട്ടാണ് മിൻഷമിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. ഈ മിൻഷമിനോട് പറഞ്ഞ് തൻ്റെ ആവശ്യം. അപ്പോൾ മാംസത്തിന് പകരം വീട്ടിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ മിസ്കും അമ്പറുമൊക്കെ കുറച്ച് സലാമക്ക് നൽകാൻ തയ്യാറാവുകയാണ്. അപ്പം സുഗന്ധദ്രവ്യം കിട്ടിയപ്പോൾ ഈ സലാമ, അവൾ വളരെ ബുദ്ധിയുള്ള പെണ്ണാണ്, അവൾ പറയാണ്, രാജാക്കന്മാരുടെ അടുക്കൽ മാത്രം കാണപ്പെടുന്ന സുഗന്ധദ്രവ്യമാണല്ലോ നിൻ്റെ കയ്യിൽ, ഇതെവിടുന്ന് കിട്ടി നിനക്ക് എന്ന് ചോദിക്കുകയാണ്. സംസാരിച്ച് മനുഷ്യൻ ഭർത്താവ് സാലബ ഷാസ് എന്ന വ്യക്തിയെ കൊന്നതും എന്നിട്ട് ഇതെടുത്തതുമൊക്കെ അവതരിപ്പിച്ചു. സലാമ നേരെ ഇതുമായി വന്ന് ഷാസിൻ്റെ വാപ്പ സുഹൈറിനോട് പറഞ്ഞു. സുഹൈർ അപ്പോഴാണ് അയാളുടെ ഭാവന വിജൃംഭിതാകുന്നത്. അതത്നി സലാമത്ത് ബഅദ ദുഹ തഹ്തികുലി അസ്സിത്ര മിൻ മൻഷമി ഫലസ്തുലി ഷാസിൻ ഇദൻ വാലിദ വലാ മിൻ ജുദൈമത്തൽ അക്രമി ഇദാ ലം അഖും ലിഗന അൽ ഐദ മഖാമ ഇംരിഇൻ സായിരിൻ ബിദ്ദമി എന്നൊക്കെ അയാൾ കവിത ചൊല്ലുന്നുണ്ട്. അതായത് ദുഹാ സമയത്തിന് ശേഷം സലാമ എൻ്റെ അടുക്കലേക്ക് വന്നു. മൻഷമിൽ നിന്നുള്ള മറ അവൾ എനിക്ക് നീക്കിത്തന്നു. ഇനി ഞാൻ ഷാസിൻ്റെ രക്തത്തിന് പ്രതികാരം ചോദിക്കുന്ന സ്ഥാനത്ത് നിന്നില്ല എങ്കിൽ, ഖനവികളോട് ശത്രുത പുലർത്തിയില്ല എങ്കിൽ ഞാൻ ഷാസിൻ്റെ വാപ്പയല്ല, ആദരണീയനായ ജുദാമയിൽ നിന്നുള്ള മകനുമല്ല എന്നൊക്കെ അയാൾ കവിത ചൊല്ലിയെന്നാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിക്രിയക്ക് അയാൾ ഒരുങ്ങുകയാണ്. അങ്ങനെ ബനു അബ്സ് ഗോത്രത്തെ ഒരുമിച്ച് കൂട്ടി ഖനവികളുടെ അടുക്കലേക്ക് ഈ ഷാസിൻ്റെ വാപ്പ സുഹൈർ ഇബ്നു ജുദൈമ വന്നു. എന്നിട്ട് ഗർജിക്കുകയാണ്. സാലബ അൽ ഖനവി മകനെ കൊന്നത് പറയാണ്. അപ്പോൾ ഖനവികൾ പറഞ്ഞു, നമുക്ക് നീതി നടപ്പിലാക്കാം, ഞങ്ങളതിനൊരുക്കാണ്, എന്താണ് നിങ്ങളുടെ ആവശ്യം പറയാൻ പറഞ്ഞു. അബൂ ഷാസ് സുഹൈറിനെ വിളിച്ചിട്ട് അപ്പോൾ പറഞ്ഞു, 3 കാര്യങ്ങൾ, അതിലൊന്ന് നിങ്ങളെനിക്ക് തന്നാൽ ഞാൻ തൃപ്തനാണ്, ഖിസാസില്ല, പ്രതിക്രിയല്ല. എന്താ 3 കാര്യം? ഇമ്മ അൻ തറുദ്ദു ഷാസൻ ഹയ്യൻ, ഒന്നുകിൽ ഷാസിനെ ജീവനോടെ കബർന്നെടുത്ത് തരിക. വ ഇമ്മ അൻ തംലഊലി സൗബി ഹാദ മിൻ നുജൂമി സമ
മടി കാണിച്ചിട്ട് പറയാണ്, എൻ്റെ ഈ മടിയിലേക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഒന്നായിട്ട് ഇറക്കി തരിക. വഇമ്മ അൻ തഅതു ബി ഗന കുല്ലിഹ റിജാലിഹ വ നിസാഇഹ. ഗനവികളെ മുഴുവൻ അല്ലെങ്കിൽ ഗനവികളെ മുഴുവൻ ഹാജരാക്കുക, ആണും പെണ്ണും എല്ലാവരെയും ഹാജരാക്കുക. എന്നിട്ട് ഫ ഇൻ ഷിഅ്തു ഖതൽതു വ ഇൻ ഷിഅ്തു സഫഹ്തു. എനിക്കിഷ്ടമുള്ളവരൊക്കെ ഞാൻ കൊല്ലും, എനിക്കിഷ്ടമുള്ളവരൊക്കെ ഞാൻ വെറുതെ വിടുകയും ചെയ്യും. ആർക്ക് പകരം? ഒരു ഷാസിന് പകരം 3-1. അപ്പോൾ ഇത് കേട്ട ഗനവികൾ അവർ സുഹൈറിനോട് പറഞ്ഞ് മരിച്ചവരെ ജയിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഷാസിനെ കവർന്നെടുക്കാൻ കഴിയില്ല, ആകാശത്തിലെ നക്ഷത്രങ്ങളെ മടിയിലേക്ക് ഇറക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. പിന്നെ ഗനവികളെ മുഴുവനാണ് നിങ്ങൾ ചോദിച്ചത് ഷാസിന് പകരം. ഗനവികൾ സ്വതന്ത്രരാണ്, അവരാർക്കും കീഴ്പ്പെടുന്ന അവസ്ഥയല്ല. മറ്റുള്ളവരുടെ കുറ്റത്തിന് ഗനവികൾ മുഴുവൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് അതൊരു സമ്മതിക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് ഷാസിൻ്റെ വാപ്പ സുഹൈർ, നിങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉത്തമമായത് ഞങ്ങൾ തരാം എന്ന് ഇവർ പറഞ്ഞു, ഗനവികൾ പറഞ്ഞു. അതെന്താ? നദ്ഫഉ ഇലൈക ഖാതില വലദിക്, താങ്കളുടെ മകൻ ഷാസിനെ കൊന്ന സാലബയെ നിങ്ങൾക്ക് ഏൽപ്പിക്കാം. തഹ്കും ഫീഹി ബിഹുക്മിക്, എന്താണോ നിങ്ങൾ വിധിക്കുന്നത് അത് ചെയ്യാം. കൊല്ലണമെങ്കിൽ കൊല്ലാം, വെറുതെ വിടണമെങ്കിൽ വിടാം, പക്ഷേ സാലബയെ തിരിച്ചേൽപ്പിക്കാം. വനദ്ഫഉ ഇലൈക ബഅദ ദാലിക 10 ദിയാത്ത് ഹത്താ നുർദീക്, സാലബയെ തന്നിട്ട് പിന്നെ 10 പേർക്കുള്ള ബ്ലഡ് മണി അതും തരാം, നിങ്ങൾ തൃപ്തിപ്പെടുവോളം 10 പേരുടെ ദിയ അതും തരാം എന്ന് പറയാണ്. പക്ഷേ ഈ സുഹൈർ എന്താ പ്രതികരിച്ചറിയോ ഗനവികളോട്? മാക്കാന ഷാസുൻ ബി ജസൂരിൻ ഫ ആക്കുലു സമനഹു, എൻ്റെ മകൻ ഷാസ് ഒട്ടകല്ല പകരം പൈസ വാങ്ങിയിട്ട് തിന്നാൻ. വല ഖാതിലുഹു മിസ്ലഹു, ഷാസിനെ കൊന്ന സാലബ ഷാസിന് കടയത്തവനുമല്ല, ഷാസ് അബസിയാണ്, കൊന്ന സാലബ ഗനവിയാണ്, അതുകൊണ്ട് തന്നെ തുല്യൻ അല്ല. ഫഖ്തുലബഹി, ഷാസിന് പകരം സാലബയെ കൊല്ലാൻ ഷാസിന് കിടക്കൂല സാലബ. അങ്ങനെ ഇവരുടെ ആവശ്യം ഷാസ് നിഗളിച്ചുകൊണ്ട് തള്ളി. എന്താ സംഭവിച്ചത്? ബനു അബസ് ബനു ഖന, ഇവർക്കിടയിൽ ഗനവികൾക്കും അബസികൾക്കുമിടയിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഷാസിൻ്റെ വാപ്പ സുഹൈർ കൊല്ലപ്പെട്ടു, സാലബ ഇബ്നുൽ ആറജ് കൊല്ലപ്പെട്ടു. ഒരു വലിയ പുരുഷാരം അബസികളിൽ നിന്നും ഗനവികളിൽ നിന്നും കൊല്ലപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് ആ ചരിത്രം. ഞാനിത് കൊണ്ടുവന്നത്, അതേപോലെ മദീനയുടെ പശ്ചാത്തലത്തിൽ ആ ചരിത്രം കൊണ്ടുവന്നത് എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വചനം അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനാണ്. അള്ളാഹു കൊലക്കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമാണ് എങ്കിൽ അതിവിടെ മറ്റൊരു മസ്അലയാണ്. ഫിൽ ഖത്ല എന്ന് പറഞ്ഞാൽ അൽ ഖത്ലുൽ അംദ്, ബോധപൂർവം കൊല്ലുക എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൽ വരും തുടർച്ചയിൽ. കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിക്രിയ, ശിക്ഷ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെക്കുകയാണ്. ഒപ്പം തുല്യത, നീതി, അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ജാഹിലിയത്തിലെ അന്യായങ്ങൾ, ജാടകൾ, അനീതികൾ ഇത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ തുടർച്ചയിൽ ആയത്തിൻ്റെ തഫ്സീർ പഠിക്കുന്നതോടൊപ്പം അതിൻ്റെ മറ്റ് ചില ചരിത്രങ്ങൾ കൂടി, ഉദാഹരണങ്ങൾ കൂടി മനസ്സിലാക്കാനുണ്ട്. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.